ദേ ഗ്യു കാങ്ങിന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ അതിഗംഭീര സൗത്ത് കൊറിയൻ ചലച്ചിത്രം ഹാർമണിയുടെ കഥയാണ് നമ്മളിന്ന് പറയാനായി പോകുന്നത്. സ്ത്രീകളുടെ ജയിലിലെ സെൽ നമ്പർ 5-ൽ താമസിക്കുന്ന കുറച്ച് അന്തേവാസികൾ അവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില മുഹൂർത്തങ്ങളുമാണ് സിനിമ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. സിനിമയുടെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഹോങ് ജോങ് ഹെ എന്ന കഥാനായികയിൽ നിന്നുമാണ്. ജയിലിലെ അന്തേവാസിയായ ഹോങ് ഗർഭിണിയായി പ്രസവത്തോടടുത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോങ്ങിന് അന്നൊരു ആൺകുട്ടി പിറന്നു. മിൻവു എന്നായിരുന്നു അവൾ കുട്ടിക്ക് പേരിട്ടത്. കൃത്യം 1 വർഷത്തിന് ശേഷം മിൻവുവിന്റെ പിറന്നാൾ ദിവസം വന്നെടുത്തിരിക്കുകയാണ്. സെൽ നമ്പർ 5-ലെ അന്തേവാസികൾ മിൻവുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തയ്യാറെടുത്തു. എല്ലാവരും തന്നെ ജയിലിലെ സൗകര്യങ്ങൾ വെച്ച് മിൻവുവിന് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റുകൾ തയ്യാറാക്കി വെച്ചിരുന്നു. ജയിലിലെ ഓഫീസറായ കോങ് ആകട്ടെ എല്ലാ തടവ് പുള്ളികളോടും വളരെ അടുപ്പത്തിൽ പെരുമാറുന്നവളാണ്. സെൽ നമ്പർ 5-ലെ അന്തേവാസികളോട് അവർക്കൊരു പ്രത്യേക താല്പര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിൻവുവിന്റെ ബർത്ത്ഡേക്ക് ഓഫീസർ കോങ്ങും എത്തിയിരുന്നു. സെൽ നമ്പർ 5-ൽ അപ്പോൾ 4 അന്തേവാസികളാണ് ഉണ്ടായിരുന്നത്. മിൻവുവും മിൻവുവിന്റെ അമ്മയായ ഹോങ് ജോങ് ഹെയും, രണ്ടാമത്തെയാൾ അധ്യാപികയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയുമായ കിം മൂണോ, മൂന്നാമത്തെയാൾ യോൻസിൽ എന്ന തടിയുള്ള സ്ത്രീ, പിന്നെയുള്ളത് ചാ ചൊങ്ഹ്വ എന്ന മുടിചുരണ്ട സ്ത്രീ. പുതുവസ്ത്രമിട്ട് അണിയിച്ചൊരുക്കിയ മിൻവുവിനെ ഹോങ് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഒപ്പം ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടുന്നുമുണ്ടായിരുന്നു. പാട്ട് കേട്ടതും മിൻവു കരയാൻ ആരംഭിച്ചു. ഹോങ്ങിന്റെ പാട്ട് അത്രമേൽ മോശമായതാണ്. അത് കേട്ടതും യോൻസിൽ പറഞ്ഞു, മോന്റെ മുന്നിൽ വെച്ച് പാടരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ? ഒരാളുടെ ശബ്ദം ഇത്ര മോശമാവുമോ? ചാ ചുങ്ഹ്വ പറയാൻ ആരംഭിച്ചു. കുട്ടിയെ ആശ്വസിപ്പിച്ചതോടെ മിൻവു കരച്ചിൽ നിർത്തി. വൈകാതെ അവർ പിറന്നാൾ ആഘോഷിച്ചു. ഓഫീസർ കിം ഇൻസ്റ്റന്റ് ഫോട്ടോ കിട്ടുന്ന ഒരു ക്യാമറ കൊണ്ടുവന്നിരുന്നു. അതുപയോഗിച്ച് എല്ലാ തടവുകാരുടെയും ഒപ്പം മിൻവുവിന്റെയും ചിത്രം പകർത്തി. ഈ സമയം പുറത്തുകൂടെ പോവുകയായിരുന്ന ചീഫ് ബാങ് എന്തോ ശബ്ദങ്ങൾ കേട്ട് സെൽ നമ്പർ 5-നടുത്തേക്ക് വന്നു. ആരോ വരുന്നത് കേട്ടതും എല്ലാവരോടും വേഷം ധരിക്കാനായി ഓഫീസർ കോങ് ആവശ്യപ്പെട്ടിരുന്നു. സെൽ നമ്പർ 5-ലേക്ക് കയറി വന്ന ചീഫ് ബാങ് എല്ലാവരോടും പുറത്തു നിൽക്കാൻ പറഞ്ഞ് സെൽ പരിശോധിക്കാൻ തുടങ്ങി. ചീഫ് ബാങ് അല്പം കടുപ്പമേറിയ ഉദ്യോഗസ്ഥയാണ്. പരിശോധനയ്ക്കിടയിൽ ക്യാമറയും എടുത്ത ഫോട്ടോയും ചീഫ് ബാങ്ങിന് ലഭിച്ചു. അത് വെച്ച് ചീഫ് ബാങ് പുറത്തു നിൽക്കുകയായിരുന്ന അന്തേവാസികളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ ക്യാമറ താനാണ് കൊണ്ടുവന്നതെന്ന് കൈയുയർത്തി ഓഫീസർ കോങ് പറഞ്ഞു. ചീഫ് ബാങ് ആവട്ടെ ഓഫീസർ കോങ്ങിന് നേരെ ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. ഉടൻ പെട്ടെന്ന് ഹോങ് മുന്നിലേക്ക് വന്ന് ചീഫ് ബാങ്ങിനോട് ക്ഷമ ചോദിച്ചു. ശേഷം പറഞ്ഞു, മോന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ആ ഓഫീസർ കോങ്ങിനെ നിർബന്ധിച്ചത്. ചീഫ് ബാങ്ങിന് ദേഷ്യം വന്നു. ചീഫ് ബാങ് പറഞ്ഞു, 572 നീ എന്താ ഉല്ലാസയാത്രക്ക് വന്നതാണോടി? ചീഫ് ബാങ് ആ ഫോട്ടോ കീറി താഴേക്കിട്ടു. ഹോങ് വളരെ ദുഃഖത്തോടെ നിന്നപ്പോൾ ചീഫ് ബാങ് മുഖത്തേക്ക് നോക്കി ക്രൂരമായി ചോദിച്ചു, എന്തേടി വിഷമമായോ? ഇതൊന്നും സഹിക്കാൻ പറ്റില്ലായിരുന്നേ, നീ കുറ്റം ചെയ്യാൻ പാടില്ലായിരുന്നു. അത് കേട്ടതും മൂണോക്ക് എന്ന വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, മിൻവുവിന്റെ ബർത്ത്ഡേ ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലൊരു സ്ഥലത്ത് കുട്ടിയെ പ്രസവിക്കാൻ ആരാ പറഞ്ഞേ? അതിത്തിരി കടന്നുപോയി ചീഫ്, മൂണോക്ക് പറഞ്ഞു. മൂണോക്കിനെ ഒന്ന് കടുപ്പിച്ച് നോക്കിയ ശേഷം നിങ്ങളെയൊക്കെ ഞാൻ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബാങ് അവിടെ നിന്ന് പോയി. കീറിയ ഫോട്ടോ ഹോങ് ജോമും കിങ് മൂണോക്കും കൂടി ഒട്ടിച്ചെടുത്തിരുന്നു. സങ്കടത്തിലായ ഹോങ്ങിനെ മൂണോക്ക് സമാധാനിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും മൂണോക്കിനോട് ഹോങ് ചോദിച്ചു, പിന്നെ ഞാൻ പാടുമ്പോഴുള്ള ശബ്ദം അത്ര മോശമാണോ? അങ്ങനെയൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ പാടുമ്പോഴൊക്കെ മിൻവു കരയും. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. അല്ല, സത്യമാണെന്നേ, നോക്കിക്കോ എന്ന് പറഞ്ഞ് ഹോങ് പാട്ടുപാടാൻ തുടങ്ങി. ഹോങ് പാടിയതും മിൻവു കരയാൻ തുടങ്ങി. അത് കണ്ട് മൂണോക്കിന് ചിരി വന്നു. മൂണോക്ക് ജയിലിലെത്തുന്നതിന് മുമ്പ് ഒരു മ്യൂസിക് ടീച്ചർ ആയിരുന്നു. ഇതേ സമയം ജയിലിലേക്ക് പുതിയ തടവുകാർ എത്തുകയായിരുന്നു. അന്ന് വന്ന തടവുകാരുടെ കൂട്ടത്തിൽ കാങ് യൂമി എന്ന കൊലപാതക കേസിലെ പ്രതിയുമുണ്ടായി. കാങ് യൂമി ടീനേജ് പ്രായം പിന്നിട്ട ഒരു പെൺകുട്ടിയായിരുന്നു. സെൽ നമ്പർ 5-ലേക്കായിരുന്നു അവൾ എത്തിച്ചേർന്നത്. സെല്ലിലേക്കാക്കി ഓഫീസർ മടങ്ങിയതും കാങ് യൂമി നിലത്തിരിപ്പുറപ്പിച്ചു. അവിടെയുണ്ടായിരുന്ന യോൺസിൽ ചാടി എഴുന്നേറ്റ് കാങ് യൂമിയെ റാഗ് ചെയ്യാനെന്ന വണ്ണം, നീ എന്തിനാ ഇവിടെ ഇരുന്നത്? എഴുന്നേറ്റ് സ്വയം പരിചയപ്പെടുത്തടി എന്ന് പറഞ്ഞു. കാങ് യൂമി പറയാൻ തുടങ്ങി, എന്നെ ഒന്ന് വെറുതെ വിട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലേണ്ടി വരും. സെല്ലിനകത്തുണ്ടായിരുന്ന വൃത്തിയായ മൂണോക്ക് പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നേ? അവള് ചെറുപ്പമല്ലേ, അവളെ വെറുതെ വിട്ടേക്ക്. പിന്നെ നോക്കി സംസാരിക്ക്, സെല്ലിലൊരു കുട്ടിയുള്ളതാ. ഈ സമയം മിൻവു നടന്ന് കാങ് യൂമിയുടെ അടുത്തേക്ക് ചെന്നു. അടുത്തെത്തിയ മിൻവുവിനെ ദേഷ്യത്തിൽ കാങ് യൂമി തള്ളിയിട്ടു. ഹോങ് മുന്നോട്ട് വന്ന് കരയുന്ന മകനെ പിടിച്ചുയർത്തി. നിനക്ക് എന്താടി എന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. പക്ഷെ കാങ് യൂമിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. അവൾ ഗൗരവത്തിൽ പറഞ്ഞു, നാണമില്ലല്ലോ കുട്ടിയെ ജയിലിനുള്ളിൽ വളർത്താൻ. 1ഉം 2ഉം പറഞ്ഞ് അവർ തല്ലിലേക്ക് നീങ്ങി. ജയിലിനകത്തെ ശക്തമായ തല്ലുകൂടൽ കാര്യം കൈവിട്ടു പോകും എന്ന് കണ്ടതും മൂണോക്ക് യോൺസിലിനോട് ഗാർഡ്സിനെ വിളിക്കാൻ പറഞ്ഞു. യോൺസിൽ വിളിച്ചതും ഗാർഡ്സ് ഓടിയെത്തി. ഇരുവരെയും പിടിച്ചുമാറ്റി ശിക്ഷാരീതി എന്ന പോലെ 2 അറയിൽ
മുറിയിൽ ഒറ്റയ്ക്ക് അന്ന് ഒരു ദിവസത്തേക്ക് പാർപ്പിച്ചു. സെല്ലിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഹോങ് താൻ ജയിലിലേക്ക് വന്ന കാര്യം ഓർത്തു. പോലീസുകാർ എത്ര നിർബന്ധിച്ചിട്ടും എന്താണ് യാഥാർത്ഥ്യത്തിൽ നടന്നതെന്ന് പറയാൻ ഹോങ് തയ്യാറായിരുന്നില്ല. അനാഥയായിരുന്ന ഹോങ്ങിനെ അബ്യൂസീവായ ഭർത്താവ് ഗർഭിണിയായ ശേഷവും ഫോൺ എടുത്തില്ല എന്ന ചെറിയ കാര്യത്തിന്റെ പേരിൽ പോലും വളരെയധികം മർദ്ദിക്കുമായിരുന്നു. അങ്ങനെ മർദ്ദനത്തിന്റെ ഒരു ദിവസം ഹോങ് പ്രതിരോധത്തിനായി തള്ളിയതും ഭർത്താവ് വീണത് ഗ്ലാസ് ടീപ്പോയുടെ മുകളിലേക്കായിരുന്നു. ഗ്ലാസ് തുളഞ്ഞു കയറി അയാൾ മരണപ്പെട്ടു. അങ്ങനെയായിരുന്നു ഹോങ് ജയിലിലെത്തിയത്. പഴയ കാലമോർത്തെ അവൾ സെല്ലിലിരുന്ന് കരയാൻ തുടങ്ങി. ഇതേ സമയം മറ്റൊരു സെല്ലിലേക്ക് മാറ്റപ്പെട്ടിരുന്ന കാങ് യൂമി ആവട്ടെ ഭിത്തിയിൽ തലയിടിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കുകയായിരുന്നു. ഗാർഡ്സ് വന്ന് അവളെ തടഞ്ഞു നിർത്തി. കാങ് യൂമി ജയിലിലേക്ക് എത്തിയതും ഒരു കൊലപാതകത്തിന്റെ പേരിലായിരുന്നു. സ്ഥിരമായി അവളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന അവളുടെ രണ്ടാനച്ഛനെ ഒരു ദിവസം കാങ് യൂമി തലക്കടിച്ചു കൊന്നു. അന്ന് മുറിയിലേക്ക് കയറി വന്ന് അവളുടെ അമ്മ നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ച് അവളെ കുറ്റപ്പെടുത്തുകയായിരുന്നു ആദ്യം ചെയ്തത്. അടുത്ത ദിവസം സെല്ലുകളിലേക്ക് തിരികെ മാറ്റുന്ന സമയത്ത് ഓഫീസർ കോം കാങ് യൂമിയുടെ കാര്യം ഹോങ്ങിനോട് പറഞ്ഞു. കൂടാതെ അവൾ തുടർച്ചയായി ഒരുപാട് വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യവും. സെല്ലിലുള്ളവർ ഹോങ്ങിൽ നിന്ന് കാങ് യൂമിയെ പറ്റി എല്ലാം അറിഞ്ഞു. അവർക്കൊക്കെയും കാങ് യൂമിയോട് സഹതാപം തോന്നി. തലയ്ക്ക് മുറിവ് പറ്റിയതിനാൽ കാങ് യൂമി ആശുപത്രിയിലായിരുന്നു. അന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കത്തുകളും മറ്റുമായി ഓഫീസർ കോങ് സെൽ നമ്പർ 5-ലെത്തി. യോൻസില്ലിന് പ്രണയലേഖനം വന്നിരുന്നു. പുറത്തെവിടെയോ ഉള്ള ഒരു പയ്യനുമായി ജയിലിൽ നിന്നാണെന്ന് പറയാതെ യോൻസിൽ ലവ് ലെറ്റേഴ്സ് എഴുതി സൗഹൃദത്തിലായിരുന്നു. അതിലുള്ള ഒരു മറുപടി കത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ ആ പയ്യന്റെ ഒരു ഫോട്ടോയും. ചാച്ചും ഖ്വാക്കാവട്ടെ ഭർത്താവ് കൊടുത്തയച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കരടി ബൊമ്മയുണ്ടായിരുന്നു. കൂട്ടത്തിൽ മക്കൾ വരച്ച ചിത്രവും. തനിക്ക് വല്ലതുമുണ്ടോ എന്ന് മൂണോക്ക് ചോദിച്ചു. ഇല്ലെന്ന തരത്തിലുള്ള ഒരു നോട്ടമായിരുന്നു ഓഫീസർ കോങ്ങിന്റെ മറുപടി. ഏറെ വേദന തോന്നിയെങ്കിലും മൂണോക്ക് അത് പ്രകടമാക്കിയില്ല. കുറച്ചു കഴിഞ്ഞ് യൂൻസിലിന് വന്ന കത്തിനെ പറ്റി ഡിസ്കസ് ചെയ്ത് അവർ തണ്ണിമത്തൻ മുറിച്ച് കഴിച്ചിരിക്കാൻ തുടങ്ങി. ഈ സമയമായിരുന്നു സെല്ലിലേക്ക് തലയിൽ ആശുപത്രിയിൽ നിന്നുള്ള കെട്ടൊക്കെയായി കാങ് യൂമി മടങ്ങിയെത്തിയത്. വന്നപാടെ അവൾ ആരോടും ഒന്നും മിണ്ടാതെ സെല്ലിന്റെ ഒരു ഭാഗത്ത് പോയി ഇരിക്കാൻ തുടങ്ങി. മിൻവു ആകട്ടെ ഒരു ചെറിയ തണ്ണിമത്തൻ കഷ്ണവും എടുത്ത് കാങ് യൂമിയുടെ അടുത്തെത്തി. ശേഷം അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങി. ഇത്തവണ കാങ് യൂമി അവനെ തള്ളിയിട്ടില്ല. കുറച്ചുനേരം കാങ് യൂമിയെ കെട്ടിപ്പിടിച്ച ശേഷം അവൻ തിരികെ പോന്നു. അടുത്ത ദിവസം മൂണോക്ക് തന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഫോൺ എടുത്തത് മകളായിരുന്നു. പക്ഷേ ദേഷ്യത്തിൽ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് മകൾ ഫോൺ കട്ട് ചെയ്തു. മൂണോക്കിന് വല്ലാത്ത ദുഃഖം തോന്നി. മൂണോക്കിന്റെ മകൾക്ക് കൊലപാതകിയായ അമ്മയോട് വെറുപ്പായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ജയിലിലെ അന്തേവാസികൾക്കായി ഒരു കൊയർ ടീമിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ജയിൽ ഹാളിൽ വെച്ച് എല്ലാവരും പരിപാടി കണ്ടു. വളരെ മികച്ച കൊയർ പെർഫോമൻസ് ആയിരുന്നു അത്. അന്ന് വൈകുന്നേരം അന്തേവാസികളുടെ എക്സസൈസ് ടൈമിൽ കൊയർ ടീമിനെ പറ്റിയും അവരുടെ ശബ്ദ മാധുര്യത്തെ പറ്റിയും ഒക്കെയായിരുന്നു സെൽ നമ്പർ 5-ലെ അന്തേവാസികളുടെ ചർച്ച. ഈ സമയം അതുവഴി വന്ന ജയിൽ വാർഡൻ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന മിൻവുവിനെ കണ്ടു. ജയിൽ വാർഡൻ നല്ലൊരു മനുഷ്യനാണ്. മിൻവുവിനെ എടുത്തുയർത്തി സന്തോഷത്തോടെ മിൻവുവിനോട് എന്ന പോലെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഹോങ് അദ്ദേഹത്തിനടുത്തെ കൂടിയെത്തി. അദ്ദേഹം ഹോങ്ങിനോട് ചോദിച്ചു, മോനെ വളർത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓഫീസേഴ്സിന്റെ സഹായം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ആശയം പറയാനുണ്ട് സാർ. വാർഡർ ഹോങ്ങിനെ തന്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. ചീഫ് ബാങ്ങും ഓഫീസർ കോങ്ങും അവിടെ ഉണ്ടായിരുന്നു. ജയിൽ അന്തേവാസികളുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ജയിലിൽ നിന്നും ഒരു കൊയർ ടീം തുടങ്ങിയാലോ എന്നൊരാശയം ഹോങ് വാർഡന്റെ മുമ്പിലേക്ക് വെച്ചു. പക്ഷെ തീരെ താല്പര്യമില്ലാതെ ചീഫ് ബാങ് അതിനെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷെ ഓഫീസർ കോങ് ആകട്ടെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച ശേഷം വാർഡൻ ചോദിച്ചു, ഹോങ് നിന്നെ കൊണ്ടതിന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്ത്? നിനക്കിത് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന്? അതായത് കൊയർ രൂപീകരിക്കുന്ന കാര്യം. ഞാനതിന് മേൽനോട്ടം വഹിക്കാനോ? വാർഡൻ ഒരു കൊയർ ടീം ഉണ്ടാക്കാൻ ഹോങ്ങിനെ ചുമതലപ്പെടുത്തി. അന്ന് സെല്ലിലേക്ക് മടങ്ങിയെത്തിയ അവൾ സെല്ലിലെ മറ്റുള്ളവരുമായി അതിനെപ്പറ്റി ചർച്ച ചെയ്തു. പക്ഷെ പാടാൻ അറിയാത്ത ഇവിടുള്ളവരെ വെച്ച് എങ്ങനെ കൊയർ ടീം ഉണ്ടാക്കാനാ എന്നായിരുന്നു അവരുടെ മറുചോദ്യം. ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ് അവർ അതിനെ തള്ളിക്കളഞ്ഞു. പെട്ടെന്നായിരുന്നു മിൻവു കരയാൻ തുടങ്ങിയത്. മിൻവുവിനെ എടുത്ത് ഹോങ് താരാട്ടുപാട്ട് പാടാൻ തുടങ്ങി. ഹോങ്ങിന്റെ പാട്ട് കേട്ടതും മിൻവു കരച്ചിൽ ഉച്ചത്തിലാക്കി. ഇങ്ങനെ പോയാ കുട്ടി ഉറങ്ങാനൊന്നും പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ മൂണോക്ക് കുട്ടിയെ ഹോങ്ങിന്റെ അടുത്ത് നിന്ന് വാങ്ങി നല്ല രീതിയിൽ ഒരു താരാട്ട് പാടാൻ തുടങ്ങി. അത്ര ഗംഭീരമായിട്ടായിരുന്നു മ്യൂസിക് ടീച്ചർ കൂടിയായിരുന്ന മൂണോക്ക് ആ പാട്ട് പാടിയത്. അതുകൊണ്ട് തന്നെ മിൻവു ഉറങ്ങാനും തുടങ്ങി. ആ നിമിഷം ഹോങ് ആ കാര്യം ഒന്നുകൂടി ഓർത്തു. കൊയർ ടീം രൂപീകരിച്ചാൽ ഒരു ദിവസത്തെ പരോളിന് ഹോങ്ങിനെയും മിൻവുവിനെയും പുറത്തുവിടാമെന്ന് ജയിൽ വാർഡൻ സമ്മതിച്ചിട്ടുണ്ട്. എങ്ങനെയും അത് ചെയ്തേ പറ്റൂ. അവൾ ഒന്നുകൂടി ഉറപ്പിച്ചു. നന്നായി പാട്ടുപാടുന്ന പിയാനോ വായിക്കുന്ന മ്യൂസിക് ടീച്ചറായിരുന്ന മൂണോക്കിനെ കൊയർ ടീമിന്റെ ലീഡറാക്കാൻ പറ്റിയാൽ ബാക്കിയൊക്കെ എളുപ്പം
എളുപ്പമായിരിക്കും എന്നവൾ കണക്കുകൂട്ടി. അടുത്ത ദിവസം മുതൽ അവൾ കൊയർ ടീമിനെ പറ്റി ജയിലിലെ അന്തേവാസികളോടൊക്കെ പറഞ്ഞു. കൊയർ ടീമിന്റെ കണ്ടക്ടർ ആവാനായി ടീച്ചറോട് ഏറെ അപേക്ഷിക്കാനും തുടങ്ങി. പക്ഷേ ടീച്ചറുണ്ടോ കേൾക്കുന്നു, തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ടീച്ചർ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം ടീച്ചറെ കാണാനായി മകനും മകളും വന്നിരുന്നു. പക്ഷെ മകൾ ടീച്ചറോട് ക്രൂരമായി പെരുമാറി. ദേഷ്യത്തിൽ അവർ പറഞ്ഞു, എന്നെ ഫോൺ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇനി മേലാൽ വിളിച്ചു പോവരുത്. നിങ്ങളൊരു അമ്മയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു കൊലപാതകയുടെ മോളായി ജീവിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയോ? നിനക്ക് ഞാൻ മരിക്കണമെന്നാണോ? ടീച്ചർ ചോദിച്ചു. മകൾ പറഞ്ഞു, അല്ല, അത് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കിയുള്ളൂ. പറ്റുന്നത്ര നാൾ ജീവിക്ക്. അവസാനം വരെ ഓരോ ദിവസവും നിങ്ങൾക്ക് നരകമായിരിക്കട്ടെ. ദേഷ്യത്തിൽ പറഞ്ഞ് മകൾ പുറത്തേക്കിറങ്ങിപ്പോയി. അമ്മയെ നിസ്സഹായതയോടെ ഒന്ന് നോക്കി മകനും പുറത്തേക്ക് നടന്നു. ഇതേ സമയം മറ്റൊരമ്മ പുറത്തായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു, കാങ് യൂമിയുടെ അമ്മ. പക്ഷേ കാങ് യൂമി അമ്മയെ കാണാൻ തയ്യാറായില്ല. ദുഃഖത്തോടെ ഓഫീസർ കോങ് അത് വന്ന് അമ്മയോട് അറിയിച്ചു. വേദനയോടെ ആ അമ്മ തിരികെ പോയി. ഒരേ ഇടത്ത് തന്നെ രണ്ടുപേരും മകളെ കാണാൻ, മകളോട് സംസാരിക്കാൻ അത്രമേൽ ആഗ്രഹിക്കുന്ന ജയിൽ പുള്ളിയായ അമ്മയും തന്നെ കാണാൻ വന്ന അമ്മയെ കാണാൻ കൂട്ടാക്കാത്ത ജയിൽ പുള്ളിയായ മകളും. സെൽ നമ്പർ 5-ലെ അന്തേവാസികൾ കാങ് യൂമിയോട് എന്തുകൊണ്ട് അമ്മയെ കാണണ്ടെന്ന് പറഞ്ഞേ എന്ന് പലവരും ചോദിച്ചെങ്കിലും കാങ് യൂമി ഒന്നും മിണ്ടിയതേയില്ല. ടീച്ചർ മൂണോക്കിന് അന്ന് ജോലി ജയിൽ ഹാളിലായിരുന്നു. ഹാൾ ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ നടക്കുമ്പോൾ ഹാളിലിരിക്കുന്ന പിയാനോ ടീച്ചർ ഒന്ന് ശ്രദ്ധിച്ചു. നാളുകൾക്ക് ശേഷം ടീച്ചർക്ക് പിയാനോ ഒന്ന് വായിക്കാൻ തോന്നി. കസേരമേലിരുന്ന് ടീച്ചർ പിയാനോ വായിക്കാൻ ആരംഭിച്ചു. പഴയ ഓർമ്മകൾ ഒരു നിമിഷം മനസ്സിലേക്ക് പാഞ്ഞു വന്നു. ടീച്ചറിന്റെ ചെറുപ്പകാലത്തായിരുന്നു അത്. സംഗീതാധ്യാപികയായിരുന്ന മൂണോക്കിന്റെ സുഹൃത്തിന് മൂണോക്കിന്റെ ഭർത്താവുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ അത് മനസ്സിലാക്കിയ മൂണോക്കിന് തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഭർത്താവിനെയും ഭർത്താവിന്റെ കാമുകിയെയും മൂണോക്ക് കാറിടിച്ചു കൊന്നു. അതിന്റെ പേരിൽ അവർക്ക് വധശിക്ഷ ലഭിച്ചു. പക്ഷെ കൊറിയയിൽ ഇപ്പോൾ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതിനാൽ ഇതുവരെ അവരുടെ വധശിക്ഷ നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഇതേ സമയം ഹോങ് ആവട്ടെ കൊയറിലേക്ക് ഒരു പിയാനോ പ്ലെയറിനെ വേണം. അതിനുവേണ്ടി ഓഫീസർ കോങ്ങിനെ നിർബന്ധിക്കുകയായിരുന്നു. ഓഫീസർ കോങ് ചെറിയ രീതിയിൽ പിയാനോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഓഫീസർ കോങ് ആവട്ടെ അതിന് സമ്മതിച്ചതേയില്ല. അവർ പരസ്പരം തർക്കിച്ച് ജയിലിലെ ഹാളിന് മുന്നിലെത്തിയതും ആരോ മനോഹരമായി പിയാനോ വായിക്കുന്ന കേട്ടു. ഡോർ ഗ്ലാസിലൂടെ അവർ അകത്തേക്ക് നോക്കി. ടീച്ചർ മൂണോക്കഥ അതിഗംഭീരമായി പിയാനോ വായിക്കുന്നു. ഇരുവരും അകത്ത് കയറി ഇരിപ്പായി. ടീച്ചർ വായിച്ചു കഴിഞ്ഞതും കരഘോഷം മുഴക്കി. അവരെ കണ്ടതും ടീച്ചർ വളരെ വേഗം പുറത്തേക്ക് പോവാൻ തുടങ്ങി. ഹോങ് ടീച്ചറുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വീണ്ടും ടീച്ചറെ ഒരുപാട് നിർബന്ധിപ്പിച്ചു. പക്ഷെ ടീച്ചർ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതാ എന്നൊക്കെയായിരുന്നു ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഹോങ് ഉണ്ടോ വിടുന്നു. നാളെ ലഞ്ച് ടൈമിന് ശേഷം ഇവിടെ കാണാം, ടീച്ചർ വരണം, ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഓഫീസർ കോങ്ങിനൊപ്പം പുറത്തേക്ക് ഓടിപ്പോയി. അന്ന് വൈകുന്നേരം സെൽ നമ്പർ 5-ലെ അന്തേവാസികളും ഓഫീസർ കോങ്ങും ടീച്ചർ വരുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. ടീച്ചർ വരാൻ ഒരു സാധ്യതയുമില്ലെന്ന് യോൺസിലും ചാചുങ്ഹുവായും തീർത്തു പറഞ്ഞു. ഇതേ സമയം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മിൻവു മാറി ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന കാങ് യൂമിയുടെ അടുത്തേക്ക് ഓടി. ശേഷം അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങി. കാങ് യൂമി മുഖമുയർത്തി മിൻവുവിനെ നോക്കി. അപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. ജയിലിലെ പ്രശ്നക്കാരായ ഒരു സംഘം സ്ത്രീകൾ കാങ് യൂമിയുടെ അടുത്തേക്ക് വന്ന് അവളെ ഹരാസ് ചെയ്യാൻ ആരംഭിച്ചു. കാങ് യൂമിയുടെ അടുത്ത് നിൽക്കുകയായിരുന്ന മിൻവുവിനെ അവർ തള്ളി താഴേക്കിട്ടു. കാങ് യൂമിക്ക് സഹിക്കുമോ? മിൻവുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അവൾ പറഞ്ഞു. പക്ഷെ പ്രശ്നക്കാരായ അന്തേവാസികൾ കൊണ്ടോ കുലുക്കം. അവർ ചിരിച്ച് കാങ് യൂമിനെ പുച്ഛിച്ച് അവളെ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. കാങ് യൂമി ഒട്ടും മടിച്ചില്ല. അവരുടെ മേലേക്ക് ചാടി വീണ് അവിടെ തല്ലാരംഭിച്ചു. ഇത് കണ്ടിരിക്കുകയായിരുന്ന ഹോങ്ങും മറ്റുള്ളവരും ഓടിയെത്തി. കൂട്ടത്തല്ല് തന്നെയായി. ഒരു തരത്തിലായിരുന്നു ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. പ്രശ്ന പരിഹാരത്തിന് ശേഷം ചീഫ് ബാങ്ക് ഓഫീസർ കാങ്ങിനെ മുറിയിലേക്ക് വിളിച്ചു. ഇവരെ പോലുള്ള പ്രശ്നക്കാരെ വെച്ച് കൊയറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് അവളോട് ആക്രോശിച്ച് ഞാനിത് വാർഡിനെ റിപ്പോർട്ട് ചെയ്യുവാൻ പോകുക എന്ന് പറഞ്ഞ് ചീഫ് ബാങ്ക് പുറത്തേക്ക് പോയി. ഇതേ സമയം പരിക്ക് പറ്റിയിരുന്ന സെൽ നമ്പർ 5-ലെ അന്തേവാസികൾ ആശുപത്രിയിലായിരുന്നു. പരിക്കുപറ്റി കട്ടിലിൽ കിടന്നിരുന്ന കാങ് യൂമിയുടെ അടുത്തേക്ക് ടീച്ചറും ഹോങ്ങും വന്നു നിന്നു. ഹോങ് പറഞ്ഞു, അവളുടെ മനസ്സിൽ ധാരാളം മുറിവുകൾ ഉണ്ടാവും. കൈ കണ്ടില്ലേ, കുറെ തവണ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന ഓഫീസർ പറഞ്ഞത്. ചിലപ്പോ അവൾ സ്വന്തം ജീവൻ കൊണ്ട് പ്രായച്ചിത്തം ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടാവും. ദിവസവും സഹിക്കാനാകാത്ത പേടിയും കഷ്ടപ്പാടും ആയിരിക്കാം, ടീച്ചർ പറഞ്ഞു. അത് കേട്ടതും ഹോങ് പറയാൻ തുടങ്ങി, അവൾ മാത്രമല്ല ബുദ്ധിമുട്ടുന്നേ, ഇവൾക്ക് അവസാനം പുറം ലോകത്തേക്ക് തിരിച്ചു പോകേണ്ടതാ. എന്നെപ്പോലെ ഇവിടെ വെച്ച് മരിക്കാൻ പോകുന്നവളല്ലോ ഇവൾ. അതുകൊണ്ട് അവളെ സഹായിക്കുക ടീച്ചറെ. എങ്ങനെ? കൊയറുണ്ടാക്കുന്നേ. അതുകൊണ്ട് എന്ത് ചെയ്യാനാ? ടീച്ചർ അല്ലാതെ വേറെ ആരുമില്ല ഇവളെ പോലുള്ള പാവം മനസ്സുള്ളവരെ സഹായിക്കാൻ വേണ്ടി. അതൊന്ന് ചെയ്യുന്നേ. ടീച്ചർ കൊയറിന്റെ കൂടെ കൂട്. ടീച്ചർ സ്നേഹത്തോടെ കാങ് യൂമിയുടെ തലയിൽ തലോടി. കാങ് യൂമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ടീച്ചർ ഹാളിലേക്ക് എത്തിയപ്പോൾ പിയാനോയുടെ അടുത്തേക്ക് ചെന്നു. ഹോങ് പറഞ്ഞ മറ്റൊരു കാര്യവും ടീച്ചർ ഓർത്തെടുത്തു. ടീച്ചറെ ഒന്ന് സഹായിക്ക്. വിജയിച്ചാൽ അവർ എന്നെയും മിൻവുവിനെയും
മിൻവുവിനെയും ഒരു ദിവസം പുറത്തേക്ക് വിടും. മിൻവു ഇതുവരെ പുറം ലോകം കണ്ടിട്ടേയില്ല. സഹായിക്ക് പ്ലീസ്. ടീച്ചർ കൊയർ ടീമിന്റെ ഭാഗമായി അവരെ സഹായിക്കാൻ തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം കൊയർ ടീമിലേക്കുള്ള ഓഡീഷൻ നടക്കുകയാണ്. കണ്ടക്ടറായി ടീച്ചർ മുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടു. വൈകാതെ ഓരോരുത്തരുടെ ഓഡീഷൻ നടന്നു. കുറച്ചുപേരെ മെസോ, അതായത് ഇടത്തരം സ്വരത്തിൽ പാടുന്നവരായും, കുറച്ചുപേരെ ആൾട്ടോ അഥവാ താഴ്ന്ന സ്വരത്തിൽ പാടുന്നവരായും, കുറച്ചുപേരെ സൊപ്രാനോ അഥവാ ഉയർന്ന സ്വരത്തിൽ പാടാൻ കഴിയുന്നവരുമായും തിരഞ്ഞെടുത്തു. ഹോങ് മാത്രം ഓഡീഷനിൽ പങ്കെടുക്കാതെ ഇരിക്കുകയായിരുന്നു. ടീച്ചർ അവളോടും പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടു. ഹോങ് പാടാൻ തുടങ്ങിയതും ചീഫ് ബാങ്കിന്റെ കയ്യിലിരിക്കുകയായിരുന്ന മിൻവോ കരയാനും ആരംഭിച്ചു. അവളുടെ പാട്ട് കേട്ട് ടീച്ചർ മോണോക്കിന് ചിരി വന്നെങ്കിലും ടീച്ചർ അവളെയും ആൾട്ടോവായി തിരഞ്ഞെടുത്തു. ഓഡിഷൻ കഴിഞ്ഞ അന്ന് വൈകുന്നേരം ടീച്ചർ ഹോങ്ങിനോട് ഒരു കാര്യം വ്യക്തമാക്കി. കൊയർ ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമാവില്ല. ആവശ്യത്തിന് ശബ്ദ ഗാംഭീര്യമുള്ള പാട്ടുകാരില്ല. ടീമിൽ ഉച്ചത്തിൽ പാടുന്നവർ വളരെ കുറവാ. ഇതേ സമയം ഹോങ്ങിനെ വാർഡന്റെ മുറിയിലേക്ക് വിളിക്കപ്പെടുകയായിരുന്നു. കുറ്റവാളികൾ തമ്മിലുണ്ടായ തല്ല് ചീഫ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കൊയർ ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാനായിരുന്നു ഹോങ് വിളിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഹോങ് വാർഡനോട് ഏറെ അപേക്ഷിച്ചു. ചീഫ് ബാങ്ക് എതിർത്തെങ്കിലും വാർഡൻ ഒരു 6 മാസ കാലാവധി ഹോങ്ങിന് നൽകി. അതിനുള്ളിൽ കൊയർ രൂപപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് ഉപേക്ഷിക്കാനും പറഞ്ഞു. അവിടെ നിന്ന് തിരികെ വരുന്ന വഴിയിൽ ഒരു സെല്ലിൽ നിന്നും ഗംഭീര ശബ്ദത്തിൽ ഹോങ് ഒരു പാട്ട് കേട്ടു. പ്രശ്നക്കാരി എന്ന് മുദ്രകുത്തി മറ്റൊരു മുറിയിൽ തനിച്ചു പാർപ്പിച്ച് കാങ് യൂമിയായിരുന്നു പാട്ട് പാടിക്കൊണ്ടിരുന്നത്. സൊപ്രാനോവായി കൂടെ കൂട്ടാൻ പറ്റുന്ന മികച്ച പാട്ടുകാരി. ഹോങ്ങിന് സന്തോഷം തോന്നി. അടുത്ത ദിവസം മുതൽ കൊയർ ടീം പരിശീലനം ആരംഭിച്ചു. പക്ഷേ വളരെ മോശമായ രീതിയിലായിരുന്നു പരിശീലനം മുന്നോട്ടു പോയത്. ആർക്കും തന്നെ നന്നായി പാടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല. ഹോങ്ങിന്റെ പാട്ടുപാടലാവട്ടെ ഏറെ ദുരന്തം ചെന്ന് എല്ലാവരെയും ചിരിപ്പിക്കുന്ന മട്ടിലേക്കും എത്തി. അന്നത്തെ പരിശീലനം തീരാറായപ്പോൾ ടീച്ചർ മോണോ ഹോങ്ങിനോട് പറഞ്ഞു, ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും ബുദ്ധിമുട്ടാ. നമുക്കിതിന് പറ്റോ? ഹോങ് ചോദിച്ചു. നമുക്കൊരു നല്ല സൊപ്രാനോ ഉണ്ടായിരുന്നെങ്കിൽ മാത്രം ചിലപ്പോ സാധിച്ചേക്കും. ടീച്ചർ പറഞ്ഞത് കേട്ടതും ആവേശത്തോടെ ഹോങ് പറഞ്ഞു, ശരിക്കും ഒരാളുണ്ട്. ആരാ എന്ന മട്ടിൽ ടീച്ചർ നോക്കിയതും സത്യമായിട്ടുമുണ്ടെന്ന് ഹോങ് തറപ്പിച്ചു പറഞ്ഞു. അടുത്ത ദിവസം ഹാളിൽ തനിച്ചിരിക്കുകയായിരുന്ന കാങ് യൂമിയുടെ അടുത്ത് കൊയർ ടീമിൽ ചേരാമോ എന്ന് ചോദിക്കാൻ ഹോങ് ടീച്ചറെ പറഞ്ഞുവിട്ടു. ഓഫീസർ കോങ്ങും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഞാൻ കൊയർ ടീമിലൊന്നും ചേരുന്നില്ല എന്ന് ഗൗരവത്തിൽ പറഞ്ഞ് കാങ് യൂമി തിരികെ നടക്കാൻ തുടങ്ങി. ടീച്ചർ ഓടിച്ചെന്ന് അവളുടെ കൈ പിടിച്ചു. പക്ഷെ കൈ തട്ടിമാറ്റി ഏറെ ദേഷ്യത്തിൽ അവൾ ടീച്ചറെ അസ്വസ്ഥപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞു. ഏറെ സങ്കടവും ദേഷ്യവും വന്ന ടീച്ചർ അവളുടെ മുഖത്തടിച്ചു. ശേഷം ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. അടുത്ത ദിവസം കാങ് യൂമി ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ജയിലിൽ വന്ന് തന്നെ കാണാനാകാതെ മടങ്ങുന്ന തന്റെ അമ്മയെ കണ്ടു. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അന്നവൾ പരിശീലനം നടക്കുന്ന ഹാളിലേക്ക് കടന്നു ചെന്നു. ടീച്ചറോട് താൻ പറഞ്ഞുപോയതിനും ചെയ്തുപോയതിനും മാപ്പ് ചോദിച്ചു. ടീച്ചർ അവളെ സ്വന്തം മകളെ പോലെ അടുത്ത് പിടിച്ചിരുത്തി. പൊട്ടിക്കരഞ്ഞുപോയ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അന്ന് അല്പനേരം കഴിഞ്ഞ് കൊയർ ടീമിലെ മുഴുവൻ ആളുകളുടെയും മുമ്പിൽ ഏറെ മനോഹരമായി കാങ് യൂമി ഒരു ഗാനം പാടി. പാട്ട് തീർന്നതും എല്ലാവരും കരഘോഷം മുഴക്കി. അത്രമേൽ ഗംഭീരമായിരുന്നു ആ ഗാനം. അന്ന് രാത്രിയിൽ മിൻവുവിന് അസുഖം വന്നു. ഓഫീസർ കോങ് മിൻവുവിനെയും ഹോങ്ങിനെയും ആശുപത്രിയിൽ എത്തിച്ചു. അസുഖം മാറുന്നവരെ തന്റെ മകന് ഹോങ് കാവലിരുന്നു. അവന്റെ കയ്യിൽ ചേർത്തു പിടിച്ചു. മിൻവുവിന്റെ കയ്യിൽ ചെറിയൊരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയതിൽ പിന്നെ വീണ്ടും കൊയർ ടീം പരിശീലനം തുടങ്ങി. പക്ഷെ പരിശീലനത്തിൽ ഒരു സ്ത്രീ മാത്രം വളരെ മോശമായി പാടുന്നുണ്ടായിരുന്നു. ടീച്ചർ അതിനെ ചോദ്യം ചെയ്തതും ആ സ്ത്രീ വല്ലാതെ ദേഷ്യപ്പെട്ടു. ടീച്ചറോട് ദേഷ്യപ്പെടുന്ന കണ്ടതും ഹോങ് അതിൽ ഇടപെട്ടു. വൈകാതെ അത് വാക്കുതർക്കത്തിലേക്കും പരസ്പരം പോരടിക്കലിലേക്കും തമ്മിത്തല്ലിലേക്കും നീ. കൂട്ടത്തല്ല് തന്നെ ഉണ്ടായി. ഓഫീസർ കോങ് വന്നായിരുന്നു എല്ലാവരെയും പിടിച്ചു മാറ്റിയത്. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ശാന്തരായപ്പോൾ എല്ലാവരെയും മുന്നിലിരുത്തി ടീച്ചർ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. നിങ്ങളാരും കൊച്ചുകുട്ടികളല്ല. പ്രായത്തിനനുസരിച്ച് പെരുമാറ്. നിങ്ങൾ മനസ്സ് തുറക്കണം. മനസ്സ് തുറന്നില്ലെങ്കിൽ പിന്നെ സംഗീതം ഒന്നുമല്ല. മനസ്സ് തുറക്കാൻ തയ്യാറല്ലാത്തവർ ഇപ്പോ തന്നെ ഇവിടെ നിന്ന് പൊക്കൂ. ആദ്യഘട്ടം എന്ന നിലയിൽ ടീച്ചർ കുറച്ച് പ്ലാനുകൾ ഉണ്ടാക്കി. കൊയർ ടീമിലെ എല്ലാവരെയും വട്ടത്തിലിരുത്തി സ്വയം എഴുന്നേറ്റ് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ആദ്യത്തേത്. ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് അവരുടെ വയസ്സും അവരുടെ പേരും അവർ ചെയ്ത കുറ്റവും ശിക്ഷയും എല്ലാം പറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തേത് ഹോങ് ജോങ്ഹെ ആയിരുന്നു. ഹോങ് പറയാൻ തുടങ്ങി, ഞാൻ 32 വയസ്സുള്ള ഹോങ് ജോങ്ഹെ. ഞാൻ സോളിൽ നിന്നാണ് വരുന്നത്. കൊലപാതകത്തിന് 10 വർഷത്തെ ശിക്ഷ കിട്ടി. എന്റെ മകൻ മിൻവുവുമായി ചിലവഴിക്കുന്ന സമയമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയം. പക്ഷേ അവൻ 1 വയസ്സ് കഴിഞ്ഞതിനാൽ വൈകാതനങ്ങൾ വേർപിരി. അതുകൊണ്ട് ഹോങ് വല്ലാതെ കരയാൻ തുടങ്ങി. ഒരു തരത്തിൽ അവൾ തുടർന്നു പറഞ്ഞു, അതുകൊണ്ട് ആ ദിവസം വരുന്നവരെ നിങ്ങൾ എല്ലാവരും ഇവനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യണേ. കണ്ണുകൾ നിറഞ്ഞായിരുന്നു കാങ് യൂമിയും അവളുടെ വാക്കുകൾ കേട്ടത്. കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ കൊറിയൻ നിയമമനുസരിച്ച് ജയിലിലുള്ള
കുട്ടികളെ പുറത്ത് ദത്ത് നൽകുമായിരുന്നു, ഇല്ലെങ്കിൽ ശിശു സംരക്ഷണ വിഭാഗത്തിലേക്ക് മാറ്റും. മിൻവുവിനെയും അത്തരത്തിൽ മാറ്റുവാനുള്ള സമയം അടുത്തു വരികയായിരുന്നു. അന്നത്തെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഹാൾ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന കാങ് യൂമിയുടെ അടുത്ത് വന്നിരുന്ന് ഹോങ് ചോദിച്ചു, എന്നെ പോലത്തെ ഒരാൾക്ക് എന്നെങ്കിലും കുറച്ച് നന്നായി പാടാൻ പറ്റൂ? ഹോങ്ങിനെ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ പാടാൻ പഠിപ്പിക്കണം എന്ന് കാങ് യൂമി അന്ന് തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം മുതൽ കാങ് യൂമി അവളെ പ്രത്യേകമായി പരിശീലിപ്പിക്കാൻ തുടങ്ങി. കൊയർ ടീം പരിശീലനവും ഒപ്പം മുന്നേറുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. കാങ് യൂമിയുടെ പരിശീലനത്തിൽ ഹോങ് മെച്ചപ്പെട്ടു വന്നു. കൊയർ ടീമും പരിശീലനത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ പെർഫോമൻസ് മെച്ചപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അന്ന് മിൻവു കരയുകയായിരുന്നു. എല്ലാവരും ചുറ്റിലുമിരുന്നു. ഹോങ്ങിനോട് പാടാൻ പറഞ്ഞു. ഹോങ് എന്നൊരു താരാട്ട് പാട്ടുപാടി മധുരമായ ശബ്ദത്തിൽ. അന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മിൻവു പാട്ട് കേട്ട് കരച്ചിൽ നിർത്തി. അവൻ ഉറങ്ങാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അത് കണ്ടു ചിരിച്ചു. 6 മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. കൊയർ ടീം എല്ലാവർക്കും മുമ്പിൽ പെർഫോം ചെയ്യേണ്ട ദിവസമെത്തി. ജയിൽ കമ്മീഷണറും ജയിൽ വാർഡനും ഉദ്യോഗസ്ഥരും ജയിലിലെ മുഴുവൻ അന്തേവാസികളും അവിടെ ഉണ്ടായിരുന്നു. വൈകാതെ കൊയർ ടീമിന്റെ പെർഫോമൻസ് ആരംഭിച്ചു. പതിന്ന സ്വരത്തിൽ തുടങ്ങി ഡാൻസ് അടക്കം ചെയ്ത് അതിഗംഭീരമായ പെർഫോമൻസ് പകുതിയായപ്പോഴേക്കും ജയിൽ അന്തേവാസികൾ സന്തോഷം കൊണ്ട് കരഘോഷം മുഴക്കാനും കൊയറിനൊപ്പം ചേർന്ന് പാടാനും ഒക്കെ തുടങ്ങി. സന്തോഷത്തോടെ കമ്മീഷണറും വാർഡനും അത് നോക്കിക്കണ്ടു. അത്രമേൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു കൊയർ ടീമിന്റേത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ കൊയർ ടീം പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടു. പരിപാടി കണ്ട് ഓഫീസ് റൂമിലേക്കെത്തിയ കമ്മീഷണർ അത്തരത്തിലൊരു പുനരധിവാസ പ്രോഗ്രാം തയ്യാറാക്കിയതിന്റെ പേരിൽ വാർഡനെ കണക്കിന് അഭിനന്ദിച്ചു. തടവുകാരെ അത്രമേൽ സന്തോഷത്തോടെ കണ്ടതിന്റെ ആനന്ദത്തിലായിരുന്നു കമ്മീഷണർ. പക്ഷേ ചീഫ് ബാങ്കിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പരിപാടി കഴിഞ്ഞ് പോകുന്ന സമയം ചീഫ് ബാങ്ക് ഓഫീസർ കോങ്ങിനോട് പറഞ്ഞു, ആരാ ആ പാട്ട് തിരഞ്ഞെടുത്തത്? എനിക്ക് പണി തരാൻ നോക്കുവാണോ? എന്തായാലും ആ ഹോങ്ങിന്റെ മോനെ ദത്തെടുക്കുന്ന ദിവസം വന്നിട്ടുണ്ട്. ഓഫീസർ കോങ് ചോദിച്ചു. ബാങ് പറഞ്ഞു, നടപടിക്രമങ്ങളുമായി വേഗം മുന്നോട്ട് പോക്കൂ. അവൾ പുറത്തു പോകുന്ന ദിവസം തന്നെയാകും അവളുടെ മോനോടൊത്തുള്ള അവസാന ദിവസവും. തിരികെ ഹാളിലേക്കെത്തിയ ഓഫീസർ കോങ് ഹോങ്ങിനെ പുറത്തേക്ക് വിളിച്ചു. സന്തോഷത്തോടെ ഹോങ് പുറത്തേക്ക് വന്നു. വീണ്ടും ബാങ് ചീത്ത പറഞ്ഞു. ഓഫീസർ കോങ്ങിനോട് ഹോങ് തിരക്കി. എങ്ങനെ പറയണം എന്നറിയാതെ നിൽക്കുകയായിരുന്നു കോങ്. കുറച്ചു കഴിഞ്ഞ് അവൾ പറയാൻ തുടങ്ങി, അതൊന്നുമല്ല, ഡേറ്റ് വന്നിട്ടുണ്ട്. പുറത്തു പോകാനുള്ള ദിവസമാണോ? സന്തോഷത്തോടെ ഹോങ് തുള്ളിച്ചാടാൻ തുടങ്ങി. എത്ര ദിവസത്തെ പരോളുണ്ട്? ഒരു രാത്രിയാണോ അതോ 2 ദിവസമോ? ഹോങ്ങിന്റെ സന്തോഷം കണ്ട് വേദനയോടെ കോങ് പറഞ്ഞു, അത് എന്തുപറ്റി? അന്ന് ചേച്ചി അവനെ പറഞ്ഞയക്കേണ്ട വരും. നമ്മുടെ മിൻവുവിനെ അവനെ പുറത്ത് ദത്ത് കൊടുക്കേണ്ട ദിവസമായിട്ടുണ്ട്. സങ്കടത്തോടെ ഹോങ് അത് കേട്ടു. നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പൊക്കൂ എന്ന് വേദനയോടെ പറഞ്ഞു. മിൻവു ഹോങ്ങിനെ വിട്ട് പോവാൻ പോവുകയാണോ? ജയിലിലെ അന്തേവാസികൾക്കൊക്കെ ഇനി എന്താവും സംഭവിക്കുക? ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.